നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ നിലപാട്, ഈ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എന്താണ് എന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. ലോക സമാധാനം, സുരക്ഷ, ഇത് ഭാവിയുടെ അടിത്തറ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണം മുഴുവൻ മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മനുഷ്യരാശി ഏറ്റവും ഗുരുതരമായി നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്നെയാണ് ഭീകരവാദം. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്ക് മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും ഒരു പ്രഹരമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയുമില്ല. ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേപോലെ കണക്കാക്കാനാകില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കായി ഭീകരതയ്ക്ക് നിശബ്ദ സമ്മതം നൽകുകയും ഭീകരരെയോ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയെക്കുറിച്ചുള്ള വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിൽ വ്യത്യാസമുണ്ടാകരുത്. ഇത് പ്രവൃത്തിയൊന്ന്, വാക്കൊന്ന്, അതിനെ എതിർക്കുന്നു, പക്ഷെ മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലായിരിക്കരുതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭീകരവാദത്തെ അപലപിക്കുക എന്നത് നമ്മുടെ തത്വമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിൽ 26 പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദ നീക്കങ്ങളും ഭീകരവാദ ധനസഹായങ്ങളും സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നതുൾപ്പെടെ ഭീകരതയെ നേരിടാനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും ഭീകരതയെ പ്രതിരോധിക്കുന്നതിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ബ്രിക്സ് ഉച്ചകോടി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ തീവ്രവാദത്തിനെതിരെയുള്ള നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി ആരോപിക്കുകയുണ്ടായി. ഏകപക്ഷീയമായ താരിഫ് വർധനവിൽ ആശങ്ക പ്രകടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ട്രംപിന്റെ നീക്കം നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് അറിയിച്ചതായി വ്യക്തമാക്കുകയുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ബ്രിക്സ് ഉച്ചകോടി. ഭീകരവാദികളുടെ അതിർത്തി കടന്നുള്ള നീക്കം, ഭീകരവാദ ധനസഹായം, സുരക്ഷിത താവളങ്ങൾ ഒരുക്കുക തുടങ്ങിയവ പ്രതിരോധിക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഇറാനിൽ ഇസ്രായേലും US നടത്തിയ ആക്രമണത്തെയും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും ബ്രിക്സ് ഉച്ചകോടി അപലപിക്കുകയുണ്ടായി. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണം മാനവരാശിക്കാകെ എതിരായ ആക്രമണമായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ കൂടെ നിന്ന് എല്ലാ രാജ്യങ്ങൾക്കും നന്ദിയെന്നും മോദി പറഞ്ഞു. ഭീകരാക്രമണത്തോടുള്ള നിലപാട് സൗകര്യമനുസരിച്ചാകരുതെന്നും എവിടെ നടന്നു എന്ന് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്ക് എതിരാകുമെന്നും മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരേപോലെ കാണരുത്. ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നില്ലെന്ന സന്ദേശം പാടില്ല എന്നും ബ്രിക്സിനോട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗാസയിലെ മാനുഷിക സ്ഥിതി ആശങ്കാജനകമാണ്. സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായിരിക്കുകയാണ്. ഇന്ത്യക്കും ബ്രസീലിനും UN കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തെ ബ്രിക്സ് അപലപിച്ചു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെയും അപലപിച്ചു. ഇന്ത്യ കൂടി അംഗീകരിച്ച പ്രമേയത്തിലാണ് പരാമർശം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.